വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പവർലൈൻ ഇലക്ട്രിക്കൽസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേബിളിൻ്റെ സൈസ് എങ്ങനെ കാണാമെന്നതാണ്. ഒരു സിംഗിൾ ഫേസ് കണക്ഷനിൽ അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇൻകമിംഗ് കേബിൾ അതിൻ്റെ സൈസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നതാണ്. പലരും അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ കേബിളിൻ്റെ സൈസ് കാണുന്നതിന് നമ്മുടെ വയറിംഗ് സിസ്റ്റത്തിലൂടെ ഒഴുകുന്ന ആംബിയർ എത്രയെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള കേബിളിൻ്റെ ചാർട്ട് നോക്കി അതിലൂടെയാണ് പലരും കേബിളിൻ്റെ സൈസ് കാണുന്നത്. അതായത് നമ്മൾക്ക് കറണ്ട് കണ്ടുപിടിക്കുന്നതിന് P/V എന്നാണ്. അതായത് നമ്മുടെ വീടിലെ കണക്റ്റഡ് ലോഡ് 5000 ആണെങ്കിൽ 5000 വാട്ട്സ് ആണെങ്കിൽ 230 വോൾട്ടേജ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 21.7 ആംബിയർ ആണ് കിട്ടുന്നതെങ്കിൽ ഒരു 4² mm വയർ ആണ് സാധാരണയായി ഉപയോഗിക്കാറ്. എന്നാൽ യഥാർത്ഥത്തിൽ കേബിളിൻ്റെ സൈസ് കാണുന്നതിന് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രൊഫഷണലായി കേബിളിൻ്റെ സൈസ് കാണുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണക്റ്റഡ് ലോഡ്, ഫ്യൂച്ചർ ലോഡ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ, കേബിൾ ലെങ്ത്, ഇത്രയും കാര്യങ്ങൾ കൂടി കേബിളിൻ്റെ സൈസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കണക്റ്റഡ് ലോഡ് നമ്മൾ പറഞ്ഞു, ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലോ സ്ഥാപനങ്ങളിലോ ഉള്ള കണക്റ്റഡ് ലോഡ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഒരു 5000 വാട്ട്സ് ആണ് നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ്. നമ്മൾ കണക്ഷൻ എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് 5000 ആണെങ്കിൽ ഫ്യൂച്ചർ ലോഡും കൂടി അതിനോട് കൂടെ ആഡ് ചെയ്യണം. അതായത് ഭാവിയിൽ നമ്മൾ ഒരു AC വാങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ ആ ലോഡ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിച്ചത്. ഉദാഹരണത്തിന് ഈ 5000 വാട്ട്സ് ആണ് നമ്മുടെ കണക്റ്റഡ് ലോഡെങ്കിൽ ഒരു 25% ലോഡും കൂടി ഭാവിയിൽ വരുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ട് വേണം കേബിളിൻ്റെ സൈസ് തിരഞ്ഞെടുക്കാൻ. ഏകദേശം 1250 വാട്ട്സ് അധികമായി വരും. അപ്പം ഈ കണക്റ്റഡ് ലോഡ് കണ്ടതിന് ശേഷം ഫ്യൂച്ചർ ലോഡ് കണ്ടു. അതിനുശേഷം അതായത് ഇപ്പം ഈ ഫ്യൂച്ചർ ലോഡ് കൂടി ഇതിനോട് കൂട്ടുമ്പോൾ 6250 വാട്ട്സോളം വരും നമ്മുടെ ടോട്ടൽ ലോഡ്. പക്ഷേ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് നമ്മളുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് 5000 ആണെങ്കിലും ഇത് എല്ലാ ഫുൾ ലോഡിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യുകയില്ല. അപ്പം അതായത് നമുക്ക് വേണ്ട ഡിമാൻഡ് ലോഡ് അത് കണ്ടുപിടിക്കുന്നതിന് ആക്ച്വൽ ലോഡിനെ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ആംബിയറിനനുസരിച്ചുള്ള കേബിളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വീടുകളിലേക്കും ചെറിയ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം 1.25 മുതൽ 1.5 വരെയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം ഒരു 6250 വാട്ട്സ് നമ്മൾ ടോട്ടൽ കണ്ടു. അതിനെ നമ്മൾ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആ ആംബിയറിനനുസരിച്ചുള്ള കേബിൾ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി, കേബിളിൻ്റെ ലെങ്ത്, അതായത് നമ്മളുടെ മീറ്റർ ബോർഡിൽ നിന്നും DBയിലേക്കുള്ള ദൂരം കൂടുന്നതിനനുസരിച്ച് കേബിളിൻ്റെ സൈസും കൂട്ടേണ്ടതായി വരും. അതുകൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.